18ാം സെഞ്ചുറിയിൽ വില്യം ബർണാം എന്ന് പറഞ്ഞ ഒരു ദൈവദാസൻ ജീവിച്ചിരുന്നു. ഓറൽ റോബർട്സിന്റെ സമകാലികനായ വ്യക്തി. വില്യം ബർണാം ശക്തനേറിയ പ്രവാചകനും ഹീലിംഗ് മിനിസ്റ്ററും, ഓറൽ റോബർട്സും ശക്തനേറിയ ആണെങ്കിൽ വചന ശുശ്രൂഷിക്കുന്ന അഭിഷക്തൻ. കാലഘട്ടത്തിൽ ഒരുപോലെ ചലിച്ച സമയങ്ങൾ ആണെങ്കിൽ വില്യം ബർണാമിന് അമേരിക്കയിൽ ഒരു സ്ഥലത്ത് ഒരു വലിയ ക്രൂസേഡിൽ സംസാരിക്കാൻ ഒരു ഇൻവിറ്റേഷൻ കിട്ടി. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ് മിസ്സായതുകൊണ്ട് ബൈ റോഡിലൂടെ അദ്ദേഹം യാത്ര ചെയ്തു. മുമ്പിൽ ഭാര്യയുടെ പേര് ഹോപ്പ്, HOPE. പുറകിൽ ഒരു മകന് 19 വയസ്സുകാരൻ ഒരു മകനുണ്ട്. അന്ന് ആ ക്രൂസൈഡിനകത്ത് ചെന്നു. ലക്ഷക്കണക്കിന് ആൾക്കാർ ഇരിക്കുന്ന ഒരു ക്രൂസൈഡിനകത്ത് കയറി വില്യം ബർണാം എഴുന്നേറ്റ് നിന്ന് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആണെങ്കിൽ 10,000 ആൾക്കാർ ചേറിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ആൾക്കാർ വിചാരിച്ചു ഇഷ്ടക്കേട് കൊണ്ട് എഴുന്നേറ്റതെന്ന്. പക്ഷെ അടുത്ത നിമിഷമാണ് അറിയുന്നത് എന്താണെന്നറിയാമോ? വീൽ ചെയറേ വന്നവര് സൗഖ്യം പ്രാപിക്കുക. 10,000 ആൾക്കാർ ഈ എഴുന്നേറ്റങ്ങ് പോയി എന്ന് പറഞ്ഞാൽ അന്ന് ഇന്ന് വരെ ലോക ചരിത്രത്തിൽ നടക്കാത്തൊരു ഹീലിംഗ് അന്ന് ആ ക്രൂസൈഡിൽ നടന്നു. തിരിച്ച് വില്യം ബർണാമും ഭാര്യയും ഒരേ മകനും യാത്ര ചെയ്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വരുന്ന വഴിയിൽ മുഖാമുഖം ഒരു ട്രക്കുമായി കൂട്ടിയിടിച്ചു. ദൈവം ഒരു അത്ഭുതം ചെയ്തു. ഒരു അത്ഭുതത്തെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ 19കാരൻ മകനെ എടുത്ത് പുറത്തെടുത്തിട്ടു. പുറത്തെടുത്ത് കിട്ടി കഴിഞ്ഞപ്പോൾ ഈ മകൻ ദൂരെ നോക്കിയപ്പോൾ അപ്പൻ ഇങ്ങനെ മാറി സൈഡിൽ കിടക്കുക. ഈ മകൻ ഓടി ചെന്നിട്ട് തല ഇങ്ങനെ പൊക്കാൻ വേണ്ടി തുടങ്ങി. തല പൊക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ മകന് മനസ്സിലായത് ഇത്രയും ടയർ ഈ ദൈവദാസന്റെ ആരെ കൂടെ കയറി ഇറങ്ങിക്കുന്നത് എല്ലൊടിയുന്ന ശബ്ദം. വീണ്ടും പേടിച്ച് വില്യം ബർണാമിന്റെ തല താഴെ ഇട്ടു. വില്യം ബർണാം അടുത്തൊരു ചോദ്യം ചോദിക്കുന്ന ചോദ്യമുണ്ട്, വേർ ഈസ് മൈ വൈഫ്? എന്റെ ഭാര്യ എവിടാ? ഈ മകൻ നെഞ്ചത്തടിച്ചിട്ട് ഇങ്ങനെ കരഞ്ഞിട്ട് പറഞ്ഞു, അമ്മ ആ ഇടിയുടെ ആഘാതത്തിൽ അമ്മി മരിച്ചുപോയി എന്ന് പറഞ്ഞ് കരഞ്ഞു. വില്യം ബർണാം ഇങ്ങനെ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ തന്റെ വലങ്കരമില്ല. ഈ മകനോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, വേർ ഈസ് മൈ റൈറ്റ് ഹാൻഡ്? എവിടെയാ എന്റെ വലങ്കരം? മോൻ പൊട്ടി കരഞ്ഞു പറഞ്ഞു, ഇടിയുടെ ആഘാതത്തിൽ ആ വലങ്കരം തെറിച്ചു പോയി. ഈ മകനോട് വില്യം ബർണാം അടുത്ത വാക്ക് പറയുക, ഞാൻ നിന്നോട് പറയുക, എവിടാ കരം? അവൻ തലപൊക്കിയപ്പോൾ റോഡിന്റെ ഏതോ സൈഡിൽ ഒരു കരം കടുക്കുന്നു. അടുത്ത വാക്ക് വില്യം ബർണാം പറയാ, നീ ഓടിച്ചെന്ന് ആ കരം എടുത്തോണ്ട് നിന്റെ മമ്മിയുടെ ബോഡിയുടെ മേലിടാൻ. എത്ര പേർക്ക് ഇന്ന് പകൽ ഈ ദൂതുപിടി കിട്ടുന്നുണ്ട്? ഇന്ന് പകൽ നീ മരിക്കാറാവുമ്പോഴും നീ ഇല്ലായ്മ ചെയ്യുമ്പോഴും നിന്റെ മേലൊരു അഭിഷേകമുണ്ടെന്ന് ഞാൻ ആത്മാവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പകൽ വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ഈ പകൽ ദൈവത്തെ സ്തുതിച്ചാട്ട്. മോൻ പോകാൻ താമസിച്ചപ്പോൾ വില്യം ബർണാം പറഞ്ഞു, ഞാൻ പറഞ്ഞത് നീ വേഗത്തിൽ ചെയ്യുക. ഓടിച്ചെന്നിട്ട് ആ കരമെടുത്തോണ്ട് വന്നിട്ട് മമ്മിയുടെ ബോഡിയിലേക്ക് കരഞ്ഞോണ്ടെടുത്തൊരു ഏറെറിഞ്ഞു. മമ്മി എഴുന്നേറ്റ് വന്നു. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? നിന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ തകരരുത്, പ്രതിസന്ധികൾ വരുമ്പോൾ തകരരുത്. ഒരു വാക്ക് ഞാൻ ആത്മാവിൽ പറയാ, ആയിരങ്ങൾക്ക് ജീവൻ കൊടുക്കുന്ന ഒരു സഭയായി, ഒരു കുടുംബമായി നിന്റെ മേൽ തീർക്കുമെന്ന് ഞാൻ ആത്മാവിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുന്നവർ കരങ്ങൾ തട്ടി ഈ പകല ദൈവത്തിന് സ്തുതിച്ചാട്ട്.